ഇടുക്കിയിലേക്ക് പോവുകയാണ്. ഒരു പ്രധാനപ്പെട്ട വാർത്തയുണ്ട്. ഇടുക്കിയിൽ ദുരന്ത നിവാരണ ഉത്തരവ് ലംഘിച്ച സിപ്പ് ലൈൻ കേന്ദ്രത്തിനെതിരെ കേസ്. CPIM നേതാവ് MM മണിയുടെ സഹോദരൻ MM ലംബോദരന്റെ ഇരുട്ടുകാനത്തെ ഹൈറേഞ്ച് സിപ്പ് ലൈനിനെതിരെയാണ് കേസെടുത്തത്. ജില്ലാ കളക്ടറുടെ ഉത്തരവ് ലംഘിച്ചതിനും മനുഷ്യജീവന് അപായമുണ്ടാക്കുന്ന പ്രവർത്തനം നടത്തിയതിനുമാണ് കേസ്. ശക്തമായ മഴയെ തുടർന്ന് ഇടുക്കി സാഹസിക വിനോദസഞ്ചാരം നിയന്ത്രിച്ചിരിക്കുകയാണ്. ഇടുക്കിയിൽ നിന്ന് രാഹുൽ സുരേഷ് ചേരുന്നുണ്ട് വിവരങ്ങളുമായി. രാഹുൽ, വിവരങ്ങൾ. വെങ്കടേഷ്, ഈ സ്ഥാപനത്തിനെതിരെ കേസെടുക്കുമെന്ന് ജില്ലാ കളക്ടർ നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു. ജില്ലാ കളക്ടറുടെ നിർദ്ദേശപ്രകാരം ആനവിരട്ടി വില്ലേജ് ഓഫീസർ നൽകിയ റിപ്പോർട്ട് കൂടി പരിഗണിച്ചുകൊണ്ടാണ് അടിമാലി പോലീസ് ഇപ്പോൾ കേസെടുത്തിട്ടുള്ളത്. അതായത് ഈ റിപ്പോർട്ട് FIR-ൽ പറയുന്നത് ജില്ലാ കളക്ടറുടെ ഉത്തരവ് ലംഘിച്ചുവെന്നും മനുഷ്യജീവന് അപായമുണ്ടാക്കുന്ന പ്രവർത്തനം നടത്തിയെന്നുമാണ് FIR-ൽ പറയുന്നത്. അതായത് ഭാരതീയ നിയമസംഹിതയിലെ വകുപ്പ് 51B, അതോടൊപ്പം ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആക്ട് 51B എന്നീ വകുപ്പുകൾ ചുമത്തിക്കൊണ്ടാണ് ഇപ്പോൾ കേസെടുത്തിട്ടുള്ളത്. ഈ ഹൈറേഞ്ച് സിപ്പ് ലൈനെതിരെയാണ് കേസെടുത്തിട്ടുള്ളത്. ഇതിൽ വ്യക്തികളുടെ പേര് പറയുന്നില്ല, പകരം ഹൈറേഞ്ച് സിപ്പ് ലൈൻ എന്ന കേന്ദ്രത്തിനെതിരെ കേസെടുത്തു എന്നാണ് പറയുന്നത്. ഇതിൽ അടിമാലി പോലീസ് തുടർ നടപടികളുമായി മുന്നോട്ട് പോവുകയാണ്. അന്വേഷണത്തിനൊടുവിലായിരിക്കും ഈ സ്ഥാപനത്തിനെതിരെ പിഴ ചുമത്തുന്ന കാര്യത്തിൽ ഉൾപ്പെടെ തുടർ നടപടികൾ ഉണ്ടാവുക. ഒരുപക്ഷെ താൽക്കാലികമായെങ്കിലും ഈ കേന്ദ്രം അടച്ചുപൂട്ടാനുള്ള ഒരു കാര്യങ്ങളിലേക്കും പോകുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്താണെങ്കിലും കനത്ത മഴയുടെ പശ്ചാത്തലത്തിലായിരുന്നു ഇടുക്കി ജില്ലയിൽ വിനോദസഞ്ചാര കേന്ദ്രങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയത്. ഈ ഉത്തരവ് ലംഘിച്ചുകൊണ്ടായിരുന്നു ഇരുട്ടുകാലത്തെ MM ലംബോദരന്റെ നേതൃത്വത്തിലുള്ള ഹൈറേഞ്ച് സിപ്പ് ലൈൻ പ്രവർത്തിച്ചു വന്നതും. അതിൽ വാർത്ത വന്നതോടെയാണ് ഇപ്പോൾ ജില്ലാ ഭരണകൂടം ഇടപെടുകയും അതിനൊടുവിൽ പോലീസ് കേസെടുക്കുകയും ചെയ്തിട്ടുള്ളത്. രാഹുൽ, എന്തുകൊണ്ടാണ് ഈ പേര് ഉൾപ്പെടുത്തി കേസെടുക്കാതെ? ഈ സ്ഥാപനത്തിന്റെ പേര് ഉൾപ്പെടുത്തിയാണല്ലോ ഇപ്പോൾ എടുത്തിട്ടുള്ളത്. അതിൽ ഒരു അവ്യക്തത ഇപ്പോഴും തുടരുന്നുണ്ട്. നിലവിൽ ഹൈറേഞ്ച് സിപ്പ് ലൈൻ എന്ന സ്ഥാപനത്തിനെതിരെ മാത്രമാണ് കേസെടുത്തിട്ടുള്ളൂ. ഇതിൽ നടത്തിപ്പുകാരായിട്ടുള്ള ആളുകൾ ഇതുമായി ബന്ധപ്പെട്ട നിയമ നടപടികൾ നേരിടേണ്ടി വരുമെന്നാണ് പോലീസ് ഈ ഘട്ടത്തിൽ പറയുന്നത്. ഇത് പ്രാഥമിക ഒരു അന്വേഷണ റിപ്പോർട്ട് കൂടി മാത്രമാണ് ഇതിൽ പരിഗണിച്ചിട്ടുള്ളൂ. ഒരുപക്ഷെ വരും ദിവസങ്ങളിൽ അന്വേഷണത്തിന്റെ ഭാഗമായി ഇതിന്റെ ഉത്തരവാദിത്തപ്പെട്ട ഒരുപക്ഷെ MM ലംബോദരൻ ഉൾപ്പെടെയുള്ള ആളുകളുടെ പേര് ഉൾപ്പെടെ ചുമത്തിക്കൊണ്ട് കേസുമായി മുന്നോട്ട് പോകാനാണ് സാധ്യത. നിലവിൽ നൽകിയ റിപ്പോർട്ട് പരിഗണിച്ച് മാത്രമാണ് ഈ FIR രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. ശരി, ഇടുക്കിയിലാണ് ദുരന്ത നിവാരണ ഉത്തരവ് ലംഘിച്ച് സിപ്പ് ലൈനിന്റെ പ്രവർത്തനം ഉണ്ടായിരുന്നത്. ഇതിനെതിരെയാണ്, ഈ കേന്ദ്രത്തിനെതിരെയാണ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത്. ഈ കേന്ദ്രം എന്ന് പറയുന്നത് CPI നേതാവ് MM മണിയുടെ സഹോദരൻ MM ലംബോദരന്റെ ഇരുട്ടുകാനത്തെ ഹൈറേഞ്ച് സിപ്പ് ലൈൻ ആണ്. ഇതിനെതിരെയാണ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത്. വിശദാംശങ്ങളാണ് രാഹുൽ സുരേഷ് നൽകിയത്.